We live in a world where there are more than one generation. തീർച്ചയായിട്ടും ബൂമേഴ്സ്, എക്സ്, സെനീലിയൽസ്, വൈ, സെഡ്, ആൽഫ, ബീറ്റ, ഇവരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിനും ക്യാരക്ടറിസ്റ്റിക് ഡിഫറെൻ്റ് ആണ്, അവരുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒരു ബിസിനസ്സിന് ഒരു ലെഗസി ലെവലിലുള്ള ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഫാമിലി ബിസിനസ് പ്രൊഫഷണൽ ഫാമിലി ബിസിനസ് ആക്കണമെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് പേഴ്സൺ ടു ഡു ഇറ്റ് ഈസ് ദ ഫൗണ്ടർ. ഓക്കെ, ബിക്കോസ് ഹീ ഈസ് വൺ പേഴ്സൺ, ഹീ ക്യാൻ ടേക്ക് ഓൾ ദ ഡിസിഷൻസ്. ഇപ്പം ഒരുപാട് ബിസിനസ്സുകൾ 100+ ബിസിനസ്സുകളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഈ ഫാമിലി ബിസിനസ് ഫോക്കസ്ഡ് ആയിട്ട് ഈ സ്ട്രാറ്റജി അഡ്വൈസ് എന്ന ടാഗ് ലൈനിലേക്ക് എത്താനുള്ളതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു? എന്താണ് ആ ഒരു പോയിന്റ്? ഐ തിങ്ക് ദാറ്റ് ഈസ് എൻ്റെ കൺസൾട്ടിങ് കരിയറിൽ എവല്യൂഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഫോർ ദ ലാസ്റ്റ് 2 decades പിന്നെ ബിസിനസ്സുകളുടെ പിന്നെ സ്ട്രാറ്റജി സൈഡിലും, പിന്നെ അതേപോലെ തന്നെ അവരുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് സൈഡിലും, പിന്നെ വെഞ്ചർ ആർക്കിടെക്ട് സൈഡിലൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്കും എൻ്റെ കൂടെ എൻ്റെ താഴെ ടീം എല്ലാവർക്കും ആ ഒരു ഏരിയയിൽ നമുക്കൊരു നല്ലൊരു എക്സ്പെർട്ടീസ് ഉണ്ടായിട്ടുണ്ട്. where we understand the dynamics of organizations, where we understand the cultural dynamics. I mean, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുള്ള ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടീസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എസ്പെഷ്യലി ഞാൻ GCCയിലേക്ക് മാറി. എൻ്റെ ഓപ്പറേഷൻ പ്രീവിയസ്ലി വാസ് ഓപ്പറേറ്റിംഗ് അതെ ഒരു ലാസ്റ്റ് 15 years ഓർ സംതിങ് ഐ വാസ് ഇൻ കേരള. ഇപ്പോൾ ലാസ്റ്റ് 2 years ആയിട്ട് UAE-യിലുണ്ട് ആൻഡ് ഐ എം സെർവിങ് ക്ലയൻറ്റ്സ് ഇൻ GCC. അപ്പോൾ ഇവിടെയുള്ള പിന്നെ ഏതൊരു മാർക്കറ്റിൽ വരുമ്പോഴും ജസ്റ്റ് ലൈക്ക് വാട്ട് വി അഡ്വക്കേറ്റ് ടു അവർ ക്ലയൻറ്റ്സ്, വി ഹാവ് ടു സ്റ്റഡി ദ മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഈ മാർക്കറ്റിനെ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി, ഇപ്പോൾ മാർക്കറ്റിന് I mean there are many management consultants, many people are operating on different functional areas ൻ്റെ എഫിഷ്യൻസിക്ക് ഇൻക്രീസ് ചെയ്യാനും. പക്ഷേ ഇവിടുത്തെ മാർക്കറ്റിന് ഇപ്പോൾ ഉള്ളൊരു മേജർ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോസ്റ്റ് ഓഫ് ദീസ് സക്സസ്ഫുൾ ബിസിനസ്സസ് which are like 20-30 years old or 40 years old or maybe like my family business which is 50 years old, ഈ ബിസിനസ്സുകളൊക്കെ ഒരു മേജർ ട്രാൻസിഷൻ ഫേസിൽ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ജനറേഷൻ വന്നിട്ടുണ്ട്. എക്സാക്ട്ലി, അടുത്തൊരു ജനറേഷൻ, അവരുടെ മക്കളൊക്കെ ചിലപ്പോൾ പക്ഷേ വിദേശത്ത് പോയി പഠിച്ചു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ടാവും. നൗ ദേ ആർ എൻറ്ററിങ് ദ ബിസിനസ്. ഇൻ സം ബിസിനസ് ഇറ്റ് ഈസ് ദ തേർഡ് ജനറേഷൻ. ദ ഗ്രാൻഡ് സൺസും ഗ്രാൻഡ് ഡോട്ടേഴ്സാണ് ബിസിനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അനദർ പോയിന്റ്. Previously, historically, it was always boys who came to business, especially Malayalisന്റെ ഇടയിൽ. Now girls വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, because they are getting educated and they also want to play a major role, and all these are creating lot of dynamics. പിന്നെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, we live in a world where there are more than one generation. തീർച്ചയായിട്ടും ബൂമേഴ്സ്, എക്സ്, സെനീലിയൽസ്, വൈ, സെഡ്, ആൽഫ, ബീറ്റ, ഇവരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിനും ക്യാരക്ടറിസ്റ്റിക് ഡിഫറെൻ്റ് ആണ്, അവരുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ അവരൊരു ഫാമിലി ബിസിനസ്സിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആണ്. സോ വി ഗെറ്റ് ടു ഹിയർ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ദാറ്റ് മൾട്ടി-മില്യൺ ഫാമിലീസ് അവർ സഫർ ചെയ്യുന്ന പ്രോബ്ലംസ് കേട്ടാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ അന്ന് വിട്ടും. കാരണം ഫാദർ ഹാസ് ബിൽഡ് എ ബിഗ് എംപയർ ബട്ട് ദ സൺ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, ഓർ പിന്നെ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ആർ നോട്ട് റിയലി പീപ്പിൾ ഹു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫാമിലി ബിസിനസ്സുകൾ നേരിടുന്നുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ 100 million ബിസിനസ്സിന് 100 million പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞു അല്ലേ. അതായത് അവരുടെ പ്രോബ്ലത്തിൻ്റെ വാല്യൂ അവരുടെ അസറ്റ് വാല്യൂ ആണ്. കാരണം ഒരു $1 billion പിന്നെ ആസ്തിയുള്ളൊരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റി അത് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് $1 billion പ്രോബ്ലം. അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിൽ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ മാർക്കറ്റിൽ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒട്ടുമിക്ക അധികം ഫാമിലി ബിസിനസ്സുകളിലും അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ദർ ആർ ഇഷ്യൂസ്. അതെല്ലാം ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റിലേക്ക് പോയിട്ടുണ്ടാവണമെന്നില്ല, ബട്ട് ഇറ്റ് കുഡ് ബി ഡിസഗ്രിമെൻറ്റ്സ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ, ബട്ട് ദേ ആർ നോട്ട് ആക്റ്റീവ്ലി ഗോയിങ് അഹെഡ് വിത്ത് ഇറ്റ് ബിക്കോസ് ആ കുടുംബ ബന്ധം പ്രശ്നമാക്കേണ്ട എന്നുള്ള നിലക്ക്. പക്ഷെ ഒരുപാട് വാട്ട് യു കോൾ ദർ ആർ മെനി തിങ്സ് ദാറ്റ് ക്യാൻ ലീഡ് ടു ദ ബിസിനസ് സ്പ്ലിറ്റിംഗ് അപ്പ് or not continue the next generations when the founder is no more. അപ്പോൾ നാളെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഫാദറിന് ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് ആ ഒരു ട്രഡീഷണൽ ബിസിനസ് കൊണ്ടുനടക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം മേ ബി ബിസിനസ് ചെയ്യാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അവിടെ ഉള്ളൊരു കോമൺ ക്വസ്റ്റ്യനാണ്,
ഞാൻ പിന്നെ ഉണ്ടാക്കിയതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഒരു ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അതെ. അപ്പോൾ പിന്നെ അവർക്ക് ഇത് അവർക്കുള്ളതല്ല, അവരല്ലത് കൊണ്ടു നടക്കേണ്ടത്. അങ്ങനെ ഒരു മിത്ത് ഉണ്ടല്ലോ ഫാമിലിയിലൊക്കെ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു 10-20 വർഷം 30 വർഷം ബിസിനസ് ചെയ്തിട്ട് പരിചയമുള്ള ആളുകളുടെ ഇടയിൽ അവരുടെ ഉള്ളിലുണ്ടാവും, എൻ്റെ മക്കളല്ലാണ്ട് പിന്നെ ആരാരെ കൊണ്ടു നടക്കുക. അപ്പോൾ അങ്ങനെ അടുത്തുള്ളവരെന്താ പറയാനുള്ളത് നമുക്ക്? ആക്ച്വലി ഫാമിലി ബിസിനസ്സുകളിൽ ഒരുപാട് തെറ്റായ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയ, ഒരു കാലത്തിൽ ഒരു പക്ഷേ റെലവൻ്റ് ആയിരിക്കാം, ബട്ട് നോട്ട് ഇൻ ദിസ് ജനറേഷൻ ആയിട്ടുള്ള ഒരുപാട് ചിന്താഗതികൾ ഈ ഫാമിലി ബിസിനസ് ഫൗണ്ടേഴ്സ് കൂടെ കൊണ്ടെടുക്കുന്നുണ്ട്. അതിൽ പെട്ട ചിലതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ പോയിൻറ്റ്സ് ഒക്കെ. ആക്ച്വലി ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് ഈസ് ആക്ച്വലി ടു ഡിബങ്ക് ദീസ് കൈൻഡ് ഓഫ് മിത്സ്. ഒരു 50ഓളം വരുന്ന മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്സ് ദാറ്റ് ഫാമിലി ഫൗണ്ടേഴ്സ് ഹാവ് ടു ഹാവ് വിത്ത് റിഗാർഡ്സ് ടു സീയിങ് ദിയർ ഫാമിലി ബിസിനസ് എന്നുള്ള ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 50 ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള ധാരണകൾ വിച്ച് ദേ ഹാവ് ടു ചേഞ്ച്, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ബ്രിങ് ഹാർമോണി ഇൻ ദ ഫാമിലി ഓർ ഗ്രോത്ത് ഇൻ ദ ഫാമിലി ഓർ കണ്ടിന്യൂറ്റി ഇൻ ദ ഫാമിലി കൊണ്ടുവരാൻ സാധിക്കില്ല. സോ വെൻ ഐ സേ 50 യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പാക്ട്. കാരണം ദർ ഈസ് എ വെരി ഹൈ ചാൻസ് ദാറ്റ് ഇതിൽ നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് മിത്സ് വിൽ ബി ഹെൽഡ് ബൈ ദ സെയിം പേഴ്സൺ. തീർച്ചയായിട്ടും ഒരു മിത്തായിട്ടാവില്ല ആൾ നടക്കുന്നത്. ഹി മൈറ്റ് ബി ഹാവിങ് 10 or 20 റോങ് കോൺസെപ്റ്റ്സ് ലൈക്ക് ദിസ്. മേ ബി എല്ലാ ഈ പറഞ്ഞ 50 മിത്തുകളും ഏതെങ്കിലും ഓൺടർപ്രണേഴ്സ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സുകാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ആയിരിക്കും അല്ലേ? അവർ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും, ഓക്കെ ഇതാണ് ഇതിന്റെ റൈറ്റ് എന്ന് പറയും, പക്ഷെ അതൊരു മിത്തായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിന് അത് റെലവൻ്റ് അല്ല അല്ലേ? അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഡീകോഡിങ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഈ പുസ്തകം ഉണ്ടാവുക. അതായത് ഫാമിലി ബിസിനസ്സുകൾ നേരിടുന്ന ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി സ്റ്റഡി മാനേജ്മെൻറ്റ് ഫ്രം MBA കോഴ്സസ്. ഇപ്പോൾ MBA പഠിച്ച ആൾക്കാരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഠിക്കാതെയാണ് അധികം ആൾക്കാരും ബിസിനസ് ചെയ്യണത്. പഠിച്ചാണ് സമയത്തോളം ദേ ലേൺ മാനേജ്മെൻറ്റ്, ബട്ട് വി ഡോണ്ട് ഹാവ് മച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ മച്ച് കോഴ്സസ് ഓർ ഫോർമൽ ലേണിംഗ് വെൻ ഇറ്റ് കംസ് ടു ഒരു ഫാമിലി എങ്ങനെയാണ്, ഒരു ഫാമിലി ബിസിനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്. മാനേജിങ് എ ഫാമിലി ബിസിനസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം മാനേജിങ് എ കോർപ്പറേറ്റ് കമ്പനി. തീർച്ചയായിട്ടും കോർപ്പറേറ്റ് കമ്പനിയിൽ ഉള്ള കൾച്ചറും ഡൈനാമിക്സും ഇമോഷൻസും വേറെയാണ്. ഫാമിലിയിൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. എക്സ്പെക്റ്റേഷൻസ് ആർ ഡിഫറെൻറ്റ്, പ്രയോറിറ്റീസ് ആർ ഡിഫറെൻറ്റ്, എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതേപോലെ തന്നെ നോ ടു ബിസിനസ് ഈസ് ദ സെയിം എന്ന് പറഞ്ഞ മാതിരി ദീസ് ടു ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. നല്ലൊരു കോർപ്പറേറ്റ് ലെവലിൽ മാനേജ്മെൻറ്റ് ബിസിനസ് റൺ ചെയ്ത ഒരാൾക്ക് മേ ബി ഫാമിലി ബിസിനസ് റൺ ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ചാലഞ്ചിങ് ആയിരിക്കും. എളുപ്പമാവുന്നുള്ളതല്ല, ദ ഫോർമുല ഈസ് ഡിഫറെൻറ്റ്. ഫോർമുല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് അധികം ആൾക്കാരും ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഫാമിലി ബിസിനസ് പ്രൊഫഷണൽ ആക്കണം എന്ന് പറയുമ്പോൾ ദേ ട്രൈ ടു മേക്ക് ഇറ്റ് പ്രൊഫഷണൽ ലൈക്ക് എ കോർപ്പറേറ്റ്, ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഈ ഫാമിലി ബിസിനസ്സിൽ 2 കാര്യം നമുക്ക് പ്രൊഫഷണലൈസ് ചെയ്യാനുണ്ട്. യു ഹാവ് ടു പ്രൊഫഷണലൈസ് ദ ഫാമിലി ബിസിനസ്, യു ഹാവ് ടു പ്രൊഫഷണലൈസ് ദ ഫാമിലി. ഫാമിലിനെ നമ്മൾ പ്രൊഫഷണലൈസ് ചെയ്യണം. എക്സാക്ട്ലി, ആൻഡ് ദിസ് ഈസ് സംതിങ് ദാറ്റ് മെനി പീപ്പിൾ വിൽ നോട്ട് ബി ഏബിൾ ടു ഉൾക്കൊള്ളാൻ പറ്റില്ല ആൾക്കാർക്ക്. ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്യുക, ലൈക്ക് അത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ ഒന്ന് ഓവറോൾ ഇപ്പോൾ കേൾക്കുമ്പോൾ പ്രൊഫഷണലൈസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഏത് രീതിയിലാണെന്നൊക്കെ ആൾക്കാരുടെ ഒരു തോട്ട് ഉണ്ടാവും. എന്താണ് ആക്ച്വലി ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത്? ആക്ച്വലി ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബിഗ് ടോപ്പിക്കാണ്. ഞാനൊരു ആക്ച്വലി വർക്ക്ഷോപ്പിനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പിനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട്. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫാമിലി പ്രൊഫഷണലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ ഗ്രൂം ചെയ്യേണ്ടത്, വളർത്തിക്കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് നമ്മളെ ഫാമിലി ബിസിനസ്സിൽ നമ്മളെ ഫാമിലി ഇൻവോൾവ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ ഇൻവോൾവ് ചെയ്യുക, എങ്ങനെ ഇൻവോൾവ് ചെയ്യണം, ആരൊക്കെയാണ് ഫാമിലിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് വരുന്ന ഡിസിഷൻ മേക്കേഴ്സ്, നമ്മൾ അസറ്റ്സ് നമ്മളെങ്ങനെ ഷെയർ ചെയ്യണം. അതൊക്കെ വെറുതെ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ വർത്താനല്ല ഞാൻ പറഞ്ഞത്. ഹാവിങ് ഇറ്റ് ഡോക്യുമെൻറ്റഡ്, ഹാവിങ് എംപ്ലോയീസ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഫാമിലി ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്സ്റ്റാൻഷ്യലി വെൽത്തുള്ള ഫാമിലീസും കൂടിയാണ്. ബിക്കോസ് ദേ ഷുഡ് ഹാവ് എ ഫാമിലി ഓഫീസ്. ഒരു ഫാമിലി ഓഫീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഫാമിലി ഓഫീസ്, അത് നമ്മളെ വീട്ടിലൊക്കെ പണ്ട് ഒരു ഓഫീസ് റൂം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല. അല്ല, ഇത് വേറെ തന്നെ ഒരു കോൺസെപ്റ്റാണ്. ഇത് ആക്ച്വലി ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവിഷനാണ്. Okay. That division will be in charge of managing the investment and assets of the family. Okay. That division will be in charge of managing the support services of the family. For example, ഫാമിലിക്ക് പിന്നെ കോമൺ അസറ്റ്സ് ഉണ്ട് വിചാരിച്ചോളൂ. ലെറ്റ്സ് സേ യു ഹാവ് എ റിസോർട്ട് ഇൻ മൂന്നാർ ഓർ ഇൻ വയനാട്,
ആൻഡ് ഇറ്റ്സ് എ ഫാമിലി അസറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുക, നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പറിനെ വിളിച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അതൊക്കെ ഒന്ന് ശരിയാക്കി തരണം, ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നുണ്ട് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ, വളരെ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുന്നത്. ആൻഡ് ദാറ്റ് ക്യാൻ ഹാവ് ഇഷ്യൂസ്. ലൈക്ക് വൈ ഷുഡ് ഹീ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, വൈ ഷുഡ് ഹീ ടേക്ക് കെയർ ഓഫ് ദറ്റ് ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ ഇയാൾക്ക് കൊടുത്തില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവാം. ഇതൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്കൊരു ഓഫീസുണ്ട്, ആ ഓഫീസിൽ ഒരു മാനേജറോ കാര്യസ്ഥനോ ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവണമെന്നില്ല. ഇവരെടുത്തേക്കാണ് നമ്മളെല്ലാ ഷെയർഡ് കാര്യങ്ങളും നമ്മൾ ബന്ധപ്പെടുന്നത്. കമ്മ്യൂണിക്കേഷൻസ്, ബിസിനസ്സിൻ്റെ ഏതൊക്കെ വിവരങ്ങൾ ഏതൊക്കെ കുടുംബക്കാരെ അറിയിക്കണം, ആർക്ക് അറിയിക്കരുത്. ചില ഇൻഫർമേഷൻസ് പിന്നെ ഓണേഴ്സ്, ദ ഫൗണ്ടർ ആൻഡ് പിന്നെ ബിസിനസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സീനിയർ മക്കളായിരിക്കും അറിയുണ്ടാവുക. അത് ചിലപ്പോൾ അവരുടെ ഭാര്യമാർ പോലും അറിയണ ഇൻഫർമേഷൻസ് ആവില്ല. ഏത് ഇൻഫർമേഷൻ ഭാര്യമാരെ അറിയണം, ഏത് ഇൻഫർമേഷൻ മക്കൾ അറിയണം, ഏത് ഇൻഫർമേഷൻ സ്കൂൾ പഠിക്കുന്ന മക്കൾ അറിയണം, ഏത് ഇൻഫർമേഷൻ പിന്നെ അയൽവാസികൾ അറിയണം, ഏത് ഇൻഫർമേഷൻ ഇൻലോസ് അറിയണം. ഇങ്ങനെയുള്ള ഒരുപാട് ഒരു കമ്മ്യൂണിക്കേഷൻ മാപ്പ് ഒരു ബിസിനസ്സിന് ആവശ്യമാണ്. പലപ്പോഴും പറയല്ലോ ബിസിനസ് ഓണേഴ്സ് അങ്ങനെ, ഞാൻ ഫാമിലിയിൽ ഞാൻ എപ്പോഴും ഓപ്പൺ അപ്പാണ്, എല്ലാവർക്കും എന്നെക്കുറിച്ച് എല്ലാതും അറിയാം, അപ്പം അങ്ങനെ അറിയാൻ പാടില്ല. ഈ എല്ലാം അറിയുക എന്ന് പറയുന്നത് ഒരു വളരെ ആംബിഗ്യസ് ടേമാണ്. കാരണം ഒരു ബിസിനസ്സിന് ഒരുപാട് തരം ഇൻഫർമേഷൻസ് ഉണ്ടാവും. എക്സാക്ട്ലി. സോ ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഭരണഘടന ക്രിയേറ്റ് ചെയ്യണം, ഒരു ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗവർണൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കമ്പനി, ഈ ഫാമിലി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചാർട്ടർ നമ്മൾ ഉണ്ടാക്കണം, പോളിസികൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മളെ എംപ്ലോയ്മെൻറ്റ് പോളിസി എന്താണ് അത് തീരുമാനിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ സപ്പോർട്ട് പോളിസി എന്താണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഫാമിലി ഓഫീസർ പറഞ്ഞതിൽ പിന്നെ സെക്കൻഡ് സപ്പോർട്ട് ആണെങ്കിൽ തേർഡ് ഫാമിലിൻ്റെ ഹാർമണിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന കാര്യമാണ് ഹാർമണി. അതായത് ഗെറ്റ് ടുഗദേഴ്സ് ഓർഗനൈസ് ചെയ്യണത്, എസ്പെഷ്യലി വെൻ ഒരു 3 ജനറേഷൻ 4 ജനറേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിൽ വിൽ സെവറൽ മെമ്പേഴ്സ്. അപ്പോൾ അവരെ ഗെറ്റ് ടുഗദർ, അവരുടെ ചാരിറ്റി മാനേജ്മെൻറ്റ്, അവരുടെ പിന്നെ ഗ്രൂമിങ് കാര്യങ്ങൾ ഏറ്റെടുക്കൽ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, സ്കോളർഷിപ്പ് കൊടുക്കൽ, ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന ഒരു ഫാമിലി പോകുമ്പോഴാണ് ഈ ഫാമിലി ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കൽ, സെവറൽ ജനറേഷൻസ് പോകല്. തീർച്ചയായിട്ടും ആ കൾച്ചർ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ട്രാൻസ്ഫോർമേഷനാണ് അവിടെ വേണ്ടത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് ഫാമിലീസാണ് ഇങ്ങനെ ആവേണ്ടത് എന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ചിലവർ പക്ഷേ നമ്മളുടെ ഈ കോൺവെർസേഷൻ കേൾക്കുന്ന ഒരാൾ തോന്നും ഇത് പിന്നെ ലൈക്ക് ഒരു ഇറലവൻ്റ് ആണ്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഓവറായിട്ടുള്ള ഒരു കോൺവെർസേഷൻ തോന്നും. തീർച്ചയായിട്ടും എവറി ഫാമിലി ബിസിനസ് നീഡ് നോട്ട് ബി എ പ്രൊഫഷണൽ ഫാമിലി ബിസിനസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളൊരു ബിസിനസ് നടത്തുന്നുണ്ട്, അയാളുടെ മക്കൾക്ക് ഒരു ചെറിയൊരു എംപ്ലോയ്മെൻറ്റ് പോലത്തെ ഒരു സാധനം അയാളും കാണുന്നുള്ളൂ, അയാളുടെ മക്കളും കാണുന്നുണ്ടെങ്കിൽ അതങ്ങനെ നമ്മൾ വലിയ സീരിയസ് ആയി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടുള്ള അവർക്ക് സൗകര്യമുള്ള രൂപത്തിൽ അവർ ട്രഡീഷണൽ നടത്തി പോകുന്ന രൂപത്തിൽ നടത്തി പോകാം. ഈ ട്രഡീഷണൽ ഫാമിലി ബിസിനസ്സും പ്രൊഫഷണൽ ഫാമിലി ബിസിനസ്സും 2 ഡിഫറെൻറ്റ് തിങ്സ് ആണ്. It is 2 different things, and there is no necessity that your business should be a professional family business. എല്ലാ ബിസിനസ്സും പ്രൊഫഷണൽ ആക്കണ്ട, നിർബന്ധമില്ല. ആക്കേണ്ടതുണ്ട്. Only those businesses which are very successful, okay, having substantial assets, and whose founder wants the family to be an influential family for centuries to come. ഇപ്പോൾ ടാറ്റ ബിർളനൊക്കെ പോലെ 200 കൊല്ലം 300 കൊല്ലം 400 കൊല്ലം 500 കൊല്ലമൊക്കെ നീണ്ടു നിൽക്കുന്ന ഫാമിലീസായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അങ്ങനെ ആഗ്രഹിക്കാത്ത ആൾക്കാരുടെ പ്ലാറ്റ്ഫോമിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവർ വേറൊരു പ്ലാറ്റ്ഫോമിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഒരു എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു ഫാമിലിയുടെ ആ ലെഗസി അതുപോലെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഫഷണലൈസേഷൻ. അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആവണമെന്നില്ല. ഇല്ല തീർച്ചയായിട്ടും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കിക്കോട്ടെ, അങ്ങനത്തെ തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാരാണ് പിന്നെ നോ അവിടെ വരേണ്ട ആവശ്യമില്ല. അത് വേറൊരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിന് ഒരു ലെഗസി ലെവലിലുള്ള ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഫാമിലി ബിസിനസ് പ്രൊഫഷണൽ ഫാമിലി ബിസിനസ് ആക്കണമെന്നുണ്ടെങ്കിൽ, ദ ബെസ്റ്റ് പേഴ്സൺ ടു ഡു ഇറ്റ് ഈസ് ദ ഫൗണ്ടർ. ഓക്കെ, ബിക്കോസ് ഹീ ഈസ് വൺ പേഴ്സൺ, ഹീ ക്യാൻ ടേക്ക് ഓൾ ദ ഡിസിഷൻസ്. അയാൾക്ക് എല്ലാ പോളിസികളും ഉണ്ടാക്കുക, എല്ലാ ഭരണഘടനകളും ഉണ്ടാക്കുക. ബാക്കിയുള്ളവരൊക്കെ ആ ഫാദർ എന്നുള്ള പൊസിഷൻ കൊടുത്തുകൊണ്ട് അവർ അലൈൻഡ് അംഗീകരിക്കും. പക്ഷെ പല ആൾക്കാരുടെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വലിയ വിഷൻ ഉണ്ടെങ്കിലും ഇത് കുറച്ച് സെൻസിറ്റീവ് ഏരിയാസ് ആണല്ലോ. ആര് ഇൻഹെറിറ്റ് ചെയ്യണം, ആര് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ആര് ഏതൊക്കെ മക്കൾ 2-3 ആൾക്കാരുണ്ട്, അതിൽ പിന്നെ പലരും പല കപ്പാസിറ്റിയാണ്, പല ഇൻട്രസ്റ്റാണ്. ഇതിപ്പോൾ എല്ലാം നല്ലപോലെ പോകുന്നുണ്ട്, എല്ലാവരും നല്ലൊരു ഹാപ്പിയിൽ പോകുന്നുണ്ട്. സോ എൻ്റെ കാലശേഷം ലെറ്റ് ദം ഡിസൈഡ് എന്ന് വിചാരിച്ചിട്ട് പല ആൾക്കാരും എന്ത് ചെയ്യും, ഒന്നും ചെയ്യാതെ റിട്ടയർ അല്ലെങ്കിൽ മരണപ്പെടും. അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹീ ഈസ് ടേക്കിംഗ് ദാറ്റ് ബിസിനസ് ടു എ സൂയിസൈഡ്. ഓക്കെ, അത് അയാളുടെ ഒരു പർപ്പസ് കൂടിയാണ്. മേ ബി ഇത് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണത് അങ്ങനെ ഉണ്ടാവുമോ?
I think it is about being visionary. അത്രേ ഉള്ളൂ. If I see that my family should continue for the next 500 years or more, നമ്മുടെ ഫാമിലിക്ക് ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ സബ്സ്റ്റാൻഷ്യൽ വെൽത്ത് അത് പിന്നെ നമ്മുടെ ജനറേഷനിൽ അവസാനിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ജനറേഷനിൽ അത് അവസാനിക്കാൻ പാടില്ല. പിന്നെ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം, അത് പല രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം, നമ്മളൊരു സബ്സ്റ്റാൻഷ്യൽ ഇൻഫ്ലുവൻഷ്യൽ ഒരു ഫാമിലി ആയിട്ട് മാറണം എന്ന് വിചാരിക്കുന്ന വിഷനുള്ള അപൂർവം ചില ആൾക്കാർക്ക് ഉള്ളൊരു സംഗതിയാണത്. തീർച്ചയായിട്ടും. അപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഇപ്പം ഞാനാണ് ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്തൊരു 10-20 വർഷത്തിനുള്ളിൽ ഞാനൊരു എംപയർ മേ ബി ക്രിയേറ്റ് ചെയ്യും. അപ്പം ഞാൻ ആ സമയത്ത് ഇനി അവിടെ എത്തിയതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയോ, അതോ ഫ്രം ദ ബിഗിനിങ് ഒരു ഓൺടർപ്രണറിന് ഇങ്ങനെ തോട്ട് പ്രോസസ്സിൻ്റെ ആവശ്യമുണ്ടോ? ആക്ച്വലി യു ഷുഡ് ഹാവ് ദാറ്റ് ഫ്രം ദ ബിഗിനിങ്. ഓക്കെ. കാരണം ഈ ബിഗിനിങ്ങിൽ നമുക്ക് ആ തോട്ട് ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്തിട്ട് പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പിന്നെ ഫാമിലി ബിസിനസ്സുകൾ പിന്നെ ആ ഒരു ഹാർമണി ഗ്രോത്ത് ആൻഡ് കണ്ടിന്യൂറ്റിയിൽ പോകണമെന്നുണ്ടെങ്കിൽ പല ട്രാൻസിഷൻസ് അവർക്ക് വേണം, പല എവല്യൂഷൻസ് അവർക്ക് വേണം. അപ്പോൾ അതിലുള്ള ഒരു എവല്യൂഷനാണ് എന്ത്, ഫാമിലി മാനേജ്ഡ് ബിസിനസ്സിൽ നിന്ന് ഫാമിലി ഓൺഡ് നോൺ ഫാമിലി ബിസിനസ് ആക്കിയിട്ട് നമ്മൾ ഫാമിലി മാനേജ്ഡ് ബിസിനസ്സായിട്ട് നമ്മൾ മാറണം. കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് എക്സ്പാൻഷനും ഗ്രോത്തിനും എഫിഷ്യൻസിക്കും വി ആർ ഗെറ്റിംഗ് ദ ബെസ്റ്റ് പീപ്പിൾ ടു ഹയർ. ഏറ്റവും നല്ല ആൾക്കാരെ, ഏറ്റവും അനുയോജ്യമായ ആൾക്കാരെ നമ്മൾ വെക്കുന്നത്. പക്ഷെ വാട്ട് ഹാപ്പൺസ്, സപ്പോസ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ല, നിങ്ങളൊരു നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യും ഓവർ ദ 10-20 years ടൈം, പക്ഷെ നിങ്ങൾ അതിൽ കൊടുത്തു വെച്ചതൊക്കെ മറ്റേ പ്രധാനപ്പെട്ട പൊസിഷൻസിലൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സിനാണ്. അവിടെ നിങ്ങൾ നോക്കിയത് ആ ബന്ധങ്ങളാണ്, നോട്ട് ദെയർ ക്വാളിഫിക്കേഷൻ or കപ്പാസിറ്റി ഒക്കെ. അപ്പോൾ അവർക്ക് ആ കമ്പനിനെ എന്ന് ബിക്ക് എത്തിക്കാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ അവർക്ക് ഉണ്ടായെന്ന് വരാമായിരിക്കും, ചിലപ്പോൾ ലക്കൗണ്ടായിന്ന് വരാം, ചിലപ്പോൾ അതിനുള്ള കഴിവ് അവരെടുത്തുണ്ടാവാം. പക്ഷെ ബിന്ന് സിക്ക് പോണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ മാറ്റിയിട്ട് അടുത്ത ലെവൽ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരണം. പക്ഷെ അതൊരു വലിയൊരു കോംപ്ലിക്കേഷൻ, അത് പല ആൾക്കാർക്കും പോസിബിൾ ആവും, കോൺഫ്ലിക്റ്റ് ആവും. കാരണം ഈ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ 10-20 വർഷമായിട്ട് ഞാനാണ് ഈ സ്ഥാപനയിൽ പോയിന്റിലേക്ക് എത്തിച്ചത്, നൗ ഐ ആം ദ ഹെഡ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഐ ആം ദി ഹെഡ് ഓഫ് ദാറ്റ് സൈഡ്. അപ്പോൾ ഇനി വേറൊരാളെ കൊടുത്തിട്ട് എൻ്റെ മുകളിൽ വെക്കുന്ന തീരെ അംഗീകരിക്കില്ല. വേറൊരു കപ്പാസിറ്റി ഉള്ള ഇയാളെ താഴെ കൊടുത്തു വെച്ചാൽ ചിലപ്പോൾ ഇയാൾക്ക് അതിനുള്ള ബാൻഡ് വീട്ട് ഉണ്ടാവില്ല ഇയാളെ മാനേജ് ചെയ്യാനുള്ള. അപ്പോൾ ഈ ഫൗണ്ടർ ഫിക്സിലാവും, കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിന് കുടുംബബന്ധം തകരും, പിന്നെ ബിസിനസ് തകരും. അപ്പോൾ അവിടെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഡിഡ് നോട്ട് ടേക്ക് ദ മെഷേഴ്സ് അറ്റ് ദ റൈറ്റ് ടൈം. ആ റൈറ്റ് ടൈം ചെയ്യാതിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഈ ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, ഞാൻ എഴുതാൻ പോകുന്ന പുസ്തകം, ഈ പുസ്തകത്തിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ടു ക്രിയേറ്റ് അവെയർനെസ്. ഇങ്ങനത്തെ പല വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോഴത്തന്നെ നിങ്ങൾ ആലോചിച്ച് തുടങ്ങണം എന്നുള്ളതും, പിന്നെ നിങ്ങളാ വിചാരിച്ച ആ കാര്യം അങ്ങനല്ല ഇങ്ങനെയാണ് എന്നുള്ളൊരു ബോധവൽക്കരണം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു ഡു ഇസ് ടു മേക്ക് ദം നോ ദാറ്റ് ദിസ് ഈസ് റോങ് ആൻഡ് ദിസ് ഈസ് റൈറ്റ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ബിസിനസ് തുടങ്ങി ചിലപ്പോൾ ഒരു 5-6 വർഷമായിട്ടുണ്ടാവും, മേ ബി ഒരു നല്ലൊരു ലെവലിലേക്ക് അവർ ഗ്രോ ചെയ്ത് തുടങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു പോയിന്റിൽ ഒന്ന് ചിന്തിക്കുന്നത് നന്നാവും അല്ലേ? ബിസിനസ് നെക്സ്റ്റ് ജനറേഷനും അതിന് അടുത്ത ജനറേഷനൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ദേ ഷുഡ് സ്റ്റാർട്ട് ഏർലി. ഓക്കെ, അതാണ് ഏറ്റവും വലിയ അഡ്വൈസ്. ബിക്കോസ് ദി ഏർലി യു സ്റ്റാർട്ട് ദ ഈസിയർ ഈസ് യുവർ ജേർണി.